നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ, അതായത് 2/1/2026 യാക്കോബ സഭയിൽപ്പെട്ട ക്രിസ്ത്യൻ മതത്തിൽ യാക്കോബ സമൂഹത്തിൽപ്പെട്ട അച്ഛന്മാരുടെയും ജനങ്ങളുടെയും സിസ്റ്റർമാരുടെയൊക്കെ ഒരു ജാഥ എന്ന് പറഞ്ഞാൽ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പുണ്യപിതാക്കന്മാരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള അവരുടെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഒരു ഘോഷയാത്ര കോട്ടയം യാക്കോബ വലിയ പള്ളിയിൽ നിന്നും ദേവലോകം അരമന വരെ ഇന്നലെ രാത്രിയിൽ നടത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്നലെ എനിക്ക് കിട്ടി. അപ്പം ആ വീഡിയോ ഇന്നലെ എനിക്ക് ചില തിരക്ക് കൊണ്ട് ഇന്നലെ പിന്നെ യൂട്യൂബിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ പെരുന്നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുനാൾ പുണ്യപിതാക്കന്മാരുടെ പെരുന്നാളാണ്. അപ്പം മാർ ഗ്രിഗോറിയോസ് കാത്തറിക് ബാവ, അതുപോലെ തന്നെ വേറൊരു വിശുദ്ധൻ്റെ പേരിൽ, അപ്പോൾ ഇവരുടെ പെരുന്നാളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഭാഗമായിട്ടുള്ള ഒരു ഘോഷയാത്രയായിരുന്നു അത് ദേവലോക അരമന ചെന്നിട്ടേ അവസാനിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നലെ കോട്ടയം ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടി KK റോഡിൽ കൂടിയാണ് ആ റോഡിലൂടെ ഈ പ്രകടനം കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത്. അപ്പം നമുക്ക് ആ ഘോഷയാത്ര ഒന്ന് കാണാം. കാരണം നമുക്കത് പിന്നെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുവാനായി പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് സിറിയൻ കാതോലിക്ക ബാവയുടെ മാതൃദേവാലയമായ കുറിച്ചി വലിയ പള്ളിയിൽ നിന്നും ആരംഭിച്ച ഭക്തി നിർഭരമായ തീർത്ഥയാത്ര ദേവലോകം കാതോലിക്ക അരമനയിലേക്ക് ഈ വീതിയിലൂടെ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. വരട്ടെ, ഇവിടത്തെ കുറച്ചുകൂടി മലക്കര സഭയുടെ വളർച്ചയുടെ വഴിക്കാരങ്ങളിൽ സകലത്തിന്റെ തിരിച്ചുകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു പോകുന്നു. പ്രാർത്ഥനാ നിർഭരമായ സന്നിധിയിലൂടെ സഭയെ നയിച്ച ഇന്ന് പരിശുദ്ധ പിതാക്കന്മാരായ പരിശുദ്ധ ബസേലിയോസ് സിറിയൻ കാതോലിക്ക ബാവയുടെയും പരിശുദ്ധ ബസേലിയോസ് ഔദൻ കാതോലിക്ക ബാവയുടെയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവയുടെയും പരിശുദ്ധ ബസേലിയോസ് ഔദൻ കാതോലിക്ക ബാവയുടെയും ഓർമ്മപ്പെരുന്നാളുകൾ ഇന്ന് പരിശുദ്ധ പിതാക്കന്മാർ തന്നിറങ്ങിയിരിക്കുന്ന വണ്ടി വരുന്നത്.
കണ്ടല്ലോ, അതാണ് ആ ഘോഷയാത്ര. ആ ഘോഷയാത്രയിൽ അച്ഛന്മാരും സഭാ സമൂഹങ്ങളും പങ്കെടുത്തൊരു ചെറിയൊരു ഘോഷയാത്രയായിരുന്നു അത്. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഘോഷയാത്ര നടന്നു. കാരണം KK റോഡാകുമ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ ഇപ്പുറത്ത് ബാറ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ അവിടെ ബ്ലോക്ക് കണ്ടമാനം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്നലെ നടന്ന ആ ബ്ലോക്ക് അല്ല, ആഘോഷത്തിൽ, ആ ഘോഷയാത്രയിൽ അങ്ങനെയുള്ള ഒരു ബ്ലോക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. സുഗമമായിട്ട് റോഡിൻ്റെ ഇടത്ത് സൈഡിലൂടെയാണ് അവർ ആ ഘോഷയാത്ര നടത്തിയത്. വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പം യാക്കോബ സഭയുടെ ഒരു ആ ചടങ്ങായിരുന്നു അത്. മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. വേറൊന്നും പിന്നെ നോക്കണ്ട. ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് കമൻറ്റ് ചെയ്യാമല്ലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. കാരണം ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇട്ട് ഇനി നമുക്ക് കാണാം. കാരണം ഇതിനു മുമ്പ് ഞാൻ ക്രിസ്മസിൻ്റെ ഒരു കരോളിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അത് അത്ര അങ്ങോട്ട് കത്തി കയറിയിട്ടില്ല. പക്ഷേ ഇത് ഒരു പെരുന്നാളിനോടനുബന്ധിച്ചുള്ള രണ്ട് വിശുദ്ധന്മാരുടെ ഒരു പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു ഘോഷയാത്ര ആയതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ കാണുന്നുണ്ടോ, പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. എന്നാലും ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷേ ഇന്നലെ ഞാനൊരു ഷോർട്ടായിട്ട് ഇത് ഞാൻ ഇട്ടിരുന്നു. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ, 110 ആളുകൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഷോർട്ടായത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു. സാധാരണ ഷോർട്ടിനൊക്കെയാണ് വ്യൂസ് കൂടി വരുന്നത്, വ്യൂസും സബ്സ്ക്രൈബറും ഒക്കെ. എന്തായാലും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഉപകാരപ്പെട്ടു എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ശരി, എന്നാൽ നിർത്തുന്നു. ബൈ.